അസ്സലാമലൈക്കും, നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ റെഡിയാക്കുന്ന പപ്പടം വെച്ചിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടൊരു വിഭവമാണ്. അപ്പം ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നില കാച്ചി 2 പപ്പടം ഇവിടെ ബാക്കിയുണ്ട്, ഒരു 4 പപ്പടം ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നല്ലൊരു അടിപൊളിയായിട്ട് ഒരു വിഭവം ഉണ്ടാക്കിയാൽ എല്ലാവർക്കും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മീനില്ലാത്തൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഈ പപ്പടം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒന്ന് ചെറിയ കഷ്ണമായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഭവം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമ്മളൊരു വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ആ കട്ട് ചെയ്ത പപ്പടമൊക്കെ ഒന്ന് തിരുന്നാണ് പൊരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ പൊരിച്ചിട്ട് അത് കോരി മാറ്റുക. എന്നിട്ട് അതിലേക്ക് തന്നെ കുറച്ച് ചീരുള്ളി തൊഴിച്ചതും വെളുത്തുള്ളി തൊഴിച്ചതും ഒക്കെ ഉണ്ട് ഇവിടെ. ഞാൻ തൊഴിച്ച് ആദ്യം തന്നെ റെഡിയാക്കി വെച്ചതാണ്. അത് ഈ വെളിച്ചെണ്ണയ്ക്കാണ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വറ്റൽമുളകും കുറച്ച് പുളി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല ഈ വെളിച്ചെണ്ണ ഇട്ടതൊക്കെ നന്നായിട്ട് വാട്ടിയെടുക്കുക. ഉപ്പിടുമ്പോൾ കുറച്ച് കുറവാക്കുക. പപ്പടത്തിലൊക്കെ ഉപ്പുള്ളതാണല്ലോ. പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് നോക്കിയിട്ടൊക്കെ പിന്നെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ ഉപ്പ്. അത് തന്നെ കുറേ ഉപ്പിട്ടിക്കാണ്ട് പിന്നെ അത് ടേസ്റ്റ് ഇല്ലാഞ്ഞാൽ നമ്മൾ പറഞ്ഞ് ടേസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമൊന്നും പറയാൻ നിൽക്കണ്ട. അപ്പം ഇനി ഉപ്പൊക്കെ കുറച്ചിട്ടാൽ മതി. അപ്പോൾ അത് കിടന്ന് നല്ല വാടിയൊന്ന് മൂത്തൊക്കെ വന്നതിന് ശേഷം നമുക്കത് വെളിച്ചെണ്ണയിൽ നിന്നൊക്കെ കോരി മാറ്റുക. കോരി മാറ്റി ഫുള്ളായിട്ട് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റിയ ദിവസം ഒന്ന് ചൂടാറിക്കോട്ടെ. നല്ല ചൂടിലൊന്നും നമുക്കത് അരച്ചെടുക്കണ്ട. ഒന്ന് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കുക. അപ്പോൾ ചൂടൊക്കെ അറിയതിന് ശേഷം ഈ വാട്ടി വെച്ചതൊക്കെ ഒന്നാണ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പപ്പടം ഇട്ട് കൊടുക്കുക. മുളകും പുളിയും ചെറിയുള്ളിയൊക്കെ എല്ലാം ഇട്ട് കൊടുക്കുക. പപ്പടം ഇട്ടെടുത്തിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് അരച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് അരച്ചു. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് എന്താ പറയുക, പപ്പട സമ്മന്തി എന്നൊക്കെ പറയാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് വിഭവമാണ്. ഇത് ഉണ്ടാക്കിയപ്പോൾ മീനില്ലാത്തൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. കുട്ടികൾക്ക് നാളെ ഇത് തന്നെ മതി എന്നാണ് പറഞ്ഞത്. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്താൽ മതി, ചെയ്തവർക്ക് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇൻഷാ അല്ലാഹ്.